was the head of the corner. Amen. നല്ലവനായ പിതാവേ, തന്ന വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം 17-ാം വാക്യത്തിൽ സംസാരിപ്പാൻ കർത്താവ് കൃപ ചെയ്താട്ട് ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. വീട് പണിയുന്നവർക്ക് എന്ത് വേണം? കല്ല് വേണം. എവിടെ മുതൽ വേണം? അടിസ്ഥാനം ഇടുമ്പോ മുതൽ വേണം. സ്തോത്രം. വീടുണ്ടാക്കാൻ വേണ്ടി ആദ്യം ഇറക്കുന്ന ഒരു സാമഗ്രികളുടെ ഒരു സംഗതിയാണ് എന്ത്? കല്ല്. വീടുണ്ടാക്കാൻ വേണ്ടി വീട്ടുടയൻ കോൺട്രാക്ട് കൊടുത്തു, ഇഷ്ടംപോലെ കല്ലിറക്കി കഴിഞ്ഞപ്പോഴ് സ്തോത്രം അടിത്തറ ഇടാനും ഒരു കല്ല് വേണ്ടായിരുന്നു. കല്ല് അവർ നോക്കിയപ്പോ കല്ലിന് സൗന്ദര്യം പോരാ, കല്ലിന് കുടുംബമഹിമ പോരാ, കല്ലിന് വിദ്യാഭ്യാസം പോരാ, കല്ലിന് സ്തോത്രം ആൾബലം ഇല്ല, കല്ലിന് ശാരീരിക ബലമില്ല. Praise God. The stone that when they looked around, it was not having family status. It was not having good education. It was not having power, muscle power. It was not having people power. Praise God. It was not having the beauty. Amen. ഇവര് നോക്കിയ ഒരു ക്വാളിറ്റിയും ആ കല്ലിനില്ലാഞ്ഞത് കൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? അനേക കല്ലുകള് അടിസ്ഥാനത്തിലിടാൻ വേണ്ടി വന്നതാണെങ്കിലും ഈ കല്ലിനെ ഒരു തിരിയുടെ കല്ലായിട്ട്, ഒരു വേണ്ടാത്ത കല്ലായിട്ട്, ഒരു റിജക്റ്റഡ്, ഡിജക്റ്റഡ്, ഒപ്രസ്ഡ് ആൻഡ് ഡിപ്രസ്ഡ് സ്റ്റോൺ ആയിട്ട് എന്ത് ചെയ്തു? മാറ്റി ഇടുവാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നുവെന്ന് നാം അറിയുന്നില്ലയോ? നാം എല്ലാവരും ഒരു കല്ലായിരുന്നു, എവിടുന്നൊക്കെയോ നാം തള്ളപ്പെട്ടവരാ. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു അത് മൂലക്കല്ലായി തീർന്നു. നമുക്ക് ദൃഷ്ടാന്തം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു. വീട് പണിയുന്നവർ തള്ളിക്കളയുവാനിടയായി തീർന്നു. അവരുദ്ദേശിച്ച ക്വാളിറ്റി ഒരുപക്ഷെ അതിനകത്ത് കാണത്തില്ലായിരിക്കും. അവരുടെ നോട്ടം അല്ല ദൈവത്തിന്റെ നോട്ടം. ദൈവത്തിന്റെ വചനം അവിടെ പറയുന്നത് എന്തെന്നറിയാമോ? ആ കല്ല് മൂലക്കല്ലായി തീർന്നു. Praise God. ഹല്ലേലൂയ. ആ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ല് അനുഗ്രഹിക്കപ്പെട്ടതായി തീർന്നു. That stone got honor. That stone was needed. That stone became the most important stone. Praise God. പലരുടെയും കണ്ണിൽ കരടായിട്ട് പലർക്കും ആവശ്യമില്ലാത്ത വസ്തു പോലെ എന്നെ ഇങ്ങനെ പല മേഖലകളിൽ സ്തോത്രം റിജക്ട് ചെയ്യപ്പെടുമ്പോൾ rejoice in the Lord because you are going to be made important. നിന്റെ ഭവനത്തിൽ, in your family, if you are rejected, among the people, if you are rejected, among the crowd, if you are rejected, from committees, if you are rejected, from job, if you are rejected, from profession, by looking at it, if you are getting rejected, by way of education, if you are getting rejected, by way of qualification, if you are getting rejected, by way of experience, if you are getting rejected, by way of power, might, strength, if you are getting rejected, rejoice in the Lord because, hallelujah, we have an ensemble. He is none other than Jesus Christ. Hallelujah. നാം അവന്റെ മണവാട്ടിയാണ്. Praise God. പ്രിയ ദൈവസഭയെ, ആമേൻ. നിന്നെ അവർ റിജക്ട് ചെയ്യുമ്പോൾ, നിന്നെ അവർ തള്ളിക്കളയുമ്പോൾ, നിന്നേക്കാൾ ക്വാളിറ്റി കുറഞ്ഞവരെ, നിന്നേക്കാൾ യോഗ്യത കുറഞ്ഞവരെ, ആമേൻ സ്തോത്രം, അവരെ നിന്നെ ഓവർടേക്ക് ചെയ്യാനായിട്ട് അനുവദിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, ധനമഹിമ കൊണ്ടോ, കുടുംബമഹിമ കൊണ്ടോ, കണക്ഷൻ കൊണ്ടോ, ലിങ്ക് കൊണ്ടോ, റെക്കമെൻഡേഷൻ കൊണ്ടോ, if somebody overtake you because of authority, if somebody overtake you, rejoice, Christ is with you. He is the ensemble for you. He is an example for you. Praise God. Hallelujah. 114 സങ്കീർത്തനം നമ്മൾ വായിച്ചു. ആമേൻ സ്തോത്രം. സമുദ്രമേ നീ ഓടുന്നത്, why ocean, why you retreat, why you retreat? ഇസ്രായേൽ മക്കളെ അക്കരെ വിടുകയില്ലെന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം ഓളം അടിച്ച് അലറി എടുത്തുകൊണ്ടിരുന്ന തിരമാലയെ, why do you retreat? Praise God. നീ പിൻവാങ്ങുന്നത് എന്ത്? Praise God. യോർദാനേ നീ മടങ്ങി ഓടുന്നത് എന്ത്? Praise God. I mean, you tremble in the presence of the Lord. ദൈവത്തിന്റെ സന്നിധിയിൽ വിറയ്ക്ക.
Praise God. Hallelujah. എങ്കിലും കർത്താവിന്റെ വചനത്തിൽ വിറയ്ക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ദൈവം കടാക്ഷിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവിന്റെ വചനത്തിൽ വിറയ്ക്കുന്ന മനുഷ്യനിൽ ദൈവം കടാക്ഷിക്കുന്നു. യെശയ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്, എന്താ പറയുന്നുണ്ട്? പ്രൈസ് ഗോഡ്. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും പ്രൈസ് ഗോഡ് ബലം പകരുവാൻ, വിടുതലയക്കുവാൻ ഞാൻ താഴ്മയുള്ളവരുടെയും മനസ്താപമുള്ളവരുടെ ഇടയില് അമ്മേ സ്തോത്രം, അമ്മേ ഞാൻ ഉല്ലാസിക്കൊണ്ടിരിക്കുന്നു. I go to the people who are humble. I go to the people who are meek. Praise God. I go to the people who are weak. Praise God. With your might you cannot conquer. With your power you cannot conquer. With your authority you cannot conquer. With your family status you cannot conquer. Praise God. But Lord says we have an ensemble Jesus Christ. Look unto the cross. Praise God. കുരിശ് പറയുന്നത്, I have got you. You are trapped. Never again you will rise. But Jesus says, hallelujah, I am resurrected. I am resurrection and life. I am resurrection and life. Hallelujah. But you might be troubled because of your finance. You might be troubled because of your plans. You might be troubled as things don't go in the way that you like. But word of God says, why you ashamed? Why you sure? Why you retreat? Praise God. Why Jordan? Why you fall back? Amen. Because they see the presence of the Lord in His people. Praise God. ആശ്ചര്യമായിട്ട് ദൈവം ലിറ്ററലി God is not seen there. But മോശയുടെ വടി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവത്തിന്റെ വചനം പറയുന്നത് എങ്ങനെ മാറിയെന്നോ വായിച്ചോട്ടെ. Read Psalms 114. Praise God. 3 and 4. Psalms 114. Hello, read it in English. It ran away. See, when the sea looked at Lord, it ran away. ദൈവത്തിന്റെ ജനം പ്രാർത്ഥിച്ചപ്പോൾ, when the children of God prayed, the ocean ran away. Praise God. Hallelujah. The ocean ran away. Jigahastu udavarastu sasandara jagana. Amen. The authority of might, the power, the togetherness, the crowd, the majority ran away. Praise God. Next, Jordan. What happened to Jordan? Hallelujah. Upstream. That is how Jordan became dry. Jordan flowed. ഒഴുക്കിനല്ലാതെ യോർദാൻ ഓടുവാനിടയായി തീർന്നു. യോർദാൻ നദി സാധാരണ സമുദ്രത്തിലേക്കുള്ള പാതയിലാണ് ഓടുന്നത്. But how it became dry? Word of God says it ran upstream. Backwards. Trying to run away from the presence of God. Trying to be shivering. Then again says, ഇതിന്റെ അർത്ഥമൊക്കെ എന്തുണ്ട്? പർവ്വതങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ പറയുന്നത്? Oh mountains! Oh hurdles! Oh problems! Oh troubles! Amen. ദൈവത്തിന് മുമ്പിൽ എന്ത് ചെയ്യും അവര്? അവര് വിറയ്ക്കും. പർവ്വതമേ നിങ്ങൾ, hello somebody read. Ye mountains that ye skip like rams. ഈ mountains you skip like rams. കുലുങ്ങി വിറച്ച് മുട്ടടിച്ചിരിക്കുക ദൈവത്തിന്റെ പ്രസൻസ് കണ്ടപ്പോൾ. ദൈവത്തിന്റെ ആരാധനയെങ്കിൽ the holy worship, the shiver and the hallelujah, the scared. Amen. Hallelujah. അടുത്തത്. And ye little hills like lambs. Little hills, any troubles and trials and tribulations and problems before you. Amen. They run away like sheep. They run away like rams. അതുകൊണ്ട് നീ ഭാരപ്പെടുന്ന, നീ പ്രയാസപ്പെടുന്ന, whatever trouble, whatever problems you are facing, may it be disease, may it be scarcity, may it be problems in your workplace, may it be any spiritual problems that you are facing, Lord says, you will overcome that problem. Hallelujah. Hallelujah. You will overcome
Praise God. സ്തോത്രം മനസ്സിൽ കേട്ടതൊന്നും ആർക്കും പ്രോബ്ലം ഒന്നും ഇല്ലെന്ന്. Amen. Hallelujah. We glory to God. For His wonderful word that has sent forth today. Give you. ഇന്ന് നമ്മളെ പ്രബോധനത്തിൽ കൂടെ കേട്ടതുപോലെ നിന്റെ ഹൃദയം എന്ന ഏറ്റവും വലിയ മസിലിനകത്തൂടെ ശക്തിയോടെ നിന്റെ ശബ്ദത്തിൽ നീ അതങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് ആമേൻ, പർവ്വതങ്ങൾ മാറിപ്പോകും. പർവ്വതം പ്രശ്നങ്ങളെ കാണിക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്നു, 121 സങ്കീർത്തനം പറയുന്നു, ഞാൻ എന്റെ കണ്ണ് ഒരു പർവ്വതമല്ല, അവന്റെ മുമ്പിൽ അങ്ങ് പർവ്വതങ്ങളാ. പ്രൈസ് ഗോഡ്. ഒരു പർവ്വതം എന്ന് പേര് പറയാമോ? ഒരു പർവ്വതത്തിന്റെ പേര് പറയാവോ? ദാവീദിന്റെ മുമ്പിൽ ഒരു പർവ്വതത്തിന്റെ പേര് പറയാവോ? എ ഹ്യൂമൻ ബീയിങ്, സൗൾ. പിന്നെ വേറെ പേര് പറയാമോ? ശപിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തൻ, ശിമേയ്. ദാവീദിന്റെ ആരോഹണ ഗീതം എന്നാ പറയുന്നത്. ദാവീദ് പാടിപ്പോകും. കാരണം എന്താ? കുറെ ഒരുത്തനെ ഈയിടെ ഒരു കാർട്ടൂൺ വായിച്ചായിരുന്നു. അതിനകത്ത് ഒരുത്തൻ അന്തം വിട്ടങ്ങ് ഓടി 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 മാരത്തോണിൽ അങ്ങോട്ട് വലിയൊരു ഓട്ടത്തിനകത്ത് പോയി ജയിക്കാനിടയായിത്തീർന്നു. നോക്കിയപ്പോ എന്താണെന്നറിയാമോ? പുള്ളിയുടെ പുറകെ ഒരു പട്ടി എങ്ങനെയോ കെട്ടും പൊട്ടിച്ച് പുറകെ വന്നിരിക്കുക. ആൾക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവൻ എങ്ങനെ ഓടിയെന്ന്. പക്ഷെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്, വെച്ച് കത്തിക്കുന്നുണ്ട്. Without problems, you dear Christians, you can't want it. Amen. Amen. Without a Red Sea, there is no, praise God, hallelujah. Amen. There is no Sinai. Amen. Without a Jordan, there is no olive, no mount of olive. Praise the Lord. Praise God. നിനക്കൊരു കനാൻ ദേശം വേണോ? ഒരു ജോർഡാൻ കൂടിയേ തീരൂ. Without a Jordan, there is no Canaan. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് ചെല്ലണോ? Flowing with milk and honey, if you have to reach there, you have to go through a Jordan. Praise God. Hallelujah. Praise God. ദേശം ദൈവമക്കളെ നേടണോ? Amen. There are mountains. ദാവീദിന് മുമ്പിൽ ഒരുപാട് മൗണ്ടൻസ്. അതുകൊണ്ട് അവർ എന്ത് പറയുന്നത്? ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം. There is a reply also there by Moses. You have to study that. Psalms 90 and verse 1. Read somebody in English. Malayalam വായിച്ചാട്ടെ. എല്ലാ ലാംഗ്വേജസും വായിച്ചാട്ടെ. Read. 91. കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായതിനു മുമ്പേ നീ അനാദിയായ ദൈവമാണ്. നിന്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, നിന്റെ പ്രിയപ്പെട്ട ജനം എപ്പോഴൊക്കെ കർത്താവേ ഞങ്ങൾ പ്രശ്നങ്ങളിലാണ്, ദൈവമേ ഞങ്ങൾ പ്രയാസങ്ങളിലാണ്, ഞങ്ങളെ വിടുവിക്കണം, ഡിയർ മാസ്റ്റർ എന്ന് വിളിക്കുമ്പോഴൊക്കെയും ഇറങ്ങി വന്ന ദൈവമാണ്. That is Father's habit. The same habit has for Jesus also. Praise God. പടകിൽ കിടന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആമേൻ, ഓളങ്ങളും തിരമാലകളും പടക് ചാഞ്ചാടിയപ്പോൾ യേശുവിന് കുലുക്കമില്ല. Because he has created everything. Praise God. He knows no water can drown him. ഒറ്റ വെള്ളത്തിന് യേശുവിനെ മുക്കിക്കളയാൻ കഴിയുകയില്ല. അതുകൊണ്ട് യേശു ഒരിക്കൽ വെള്ളത്തിലൊന്ന് ഇറങ്ങിക്കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി? നമ്മളൊക്കെ പഠിക്കുന്ന എന്തുവാ? വെള്ളത്തിന്റെ മോളിൽ നടന്നെന്ന. യേശു ആത്മാർത്ഥമായിട്ട് ഇറങ്ങാൻ വേണ്ടി നോക്കിയതാ. എന്താ സംഭവിച്ചത്? ഈ വെള്ളത്തിൽ കൂടെ നടന്നാൽ, ഈ പേര് വെള്ളത്തിൽ കൂടെ നിന്നാൽ നിന്റെ മേൽ കുറച്ചുകൂടെ പോയിട്ടിക്കായിട്ട് ഞാൻ പറയട്ടെ. സ്തോത്രം. സൃഷ്ടാവിന്റെ പാതപ്പെടുത്ത് സൃഷ്ടി ചുംബിക്കുക. ഹല്ലേലൂയ. സൃഷ്ടാവിനോടുള്ള വലിയ സ്നേഹം കൊണ്ട് it cannot rise up above his speech. ഹല്ലേലൂയ. സൃഷ്ടാവിന്റെ പാതപീഠത്തെ സ്തോത്രം ചുംബിക്കുകയായിരുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആ ഗലീല കടലിലെ വെള്ളം ചെയ്തത് it could not drown him. Amen. Forget about drowning, it could not sink him. Amen. പർവ്വതങ്ങളെ നിങ്ങൾ ഓടുന്നുണ്ട്. ആമേൻ. സ്തോത്രം. സമുദ്രമേ നീ പിൻവാങ്ങുന്നുണ്ട്. Why you retreat? Why
you fall back? Praise God. അതുകൊണ്ട് ഏതുവിധ പ്രശ്നത്തിന് പ്രയാസത്തിന് മധ്യത്തിലാണ് പ്രിയ ദൈവജനമേ നീ എങ്കിലും ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ ജനത്തോട് എനിക്ക് പറയാനുള്ളത്, ഹല്ലേലൂയ, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. 118 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. അതുകൊണ്ട് നീ ഭാരപ്പെടുന്ന ഏത് വിഷയമാണോ, നിന്റെ ആശ്വാസം കഴിയുകയില്ലെന്ന് നീ ഉറച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാലം പ്രിയ ദൈവജനമേ നിന്നോട് പറയുന്നത് എന്തെന്നറിയാമോ? അവനാൽ അസാധ്യമായിട്ടൊന്നുമില്ല. പ്രൈസ് ഗോഡ്. Luke 1:37 says, ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. പറഞ്ഞാട്, എന്റെ മനോഹരൻ അസാധ്യമായി ഒന്നുമില്ല. ഹല്ലേലൂയ. യേശുവിന് അസാധ്യമായി ഒന്നുമില്ല. പരിശുദ്ധാത്മാവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ജഗാസ്തു സസന്തര ജഗത്തുര ജിഗാരസ്തു സസന്തര. ഇത് സ്തോത്രം ഹല്ലേലൂയ യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. 118 സങ്കീർത്തനം 23 വാക്യമാണ് സ്തോത്രം ഇവിടെ കോട്ട് ചെയ്തത്. സ്തോത്രം. അതിന്റെ 21 വാക്യം, നീ എനിക്ക് ഉത്തരം അരുളി. ആമേൻ. നീ എന്നെ രക്ഷിച്ചു 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 രക്ഷിച്ചു. ദൈവം പറയുന്നു, I have saved you, saved you, saved you, saved you. Praise God. You have come to the Jordan. With water baptism, came out of it, became child of God. Lord says, എന്ത് പറയുന്നു? You are saved. I have answered you. I have already answered you. നിന്റെ ഹൃദയത്തിലെ പ്രാർത്ഥന വിഷയം എന്താണെങ്കിലും Lord has already answered you. Praise God. Hallelujah. Hallelujah. പർവ്വതങ്ങളെ ഉണ്ടാക്കുന്നതിന് മുമ്പേ അനാദിയായും ശാശ്വതമായ ദൈവം യഹോവ ഇന്നും എന്നേക്കും, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. യേശുവിന്റെ സ്വഭാവം എന്താണെന്നറിയാമോ? രോഗിയെ കണ്ട അന്നേരം സൗഖ്യം. യേശുവിന്റെ സ്വഭാവം എന്താണെന്നറിയാമോ? 113 സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. ദരിദ്രവാസിയെയല്ല, ദരിദ്രവാസിയെയല്ല, അവന് പണം പിടിക്കണമെന്ന് അവന് ആഗ്രഹമില്ല. പ്രൈസ് ഗോഡ്. പണ്ട് കള്ളുകൂടിനോട് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞ് അങ്ങ് പോയി, നീ പിള്ളേരുടെ കാര്യം നോക്കിക്കോട്ടെന്ന്. പ്രൈസ് ഗോഡ്. അങ്ങനെ നോക്കിയാൽ പറ്റത്തില്ല കേട്ടോ. ഈയിടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വായിക്കാൻ ഇടയായി തീർന്നു. ദൈവഭക്തനായിരുന്നു കെന്നത്ത് എഡ്വേർഡ്. അമേരിക്കയിൽ സംഭവിച്ചതാണ്. സോഷ്യോളജി പ്രൊഫസർമാര് ഒരു ദേശത്ത് ഒരു ഭവനം ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കാൻ ഇടയായി തീർന്നു. അപ്പൊ അതിന്റെ ജീനും വേരും ഒക്കെ തപ്പി അവര് ഒരു സർവേ എടുക്കാൻ ഇടയായി തീർന്നു. സോഷ്യോളജിസ്റ്റ് they have got their own techniques to find out. കുടുംബചരിത്രമൊക്കെ എഴുതി വെക്കുന്ന കാലത്താ. 300 വർഷങ്ങൾക്ക് മുമ്പ് കെന്നത്ത് എഡ്വേർഡ് എന്ന ഒരു ഭക്തൻ ദൈവകൃപയിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. He heard the word of God. He took water baptism. He started living for God with his family. ഒരു ചെറിയ ഫാമിലി, സാധുവായ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ ഇടയായി തീർന്നു. 300 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക്, how many generation? 4 generation അപ്രോക്സിമേറ്റ്ലി കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനത്തെ സ്വന്തം കുടുംബത്തില് അപ്രോക്സിമേറ്റുള്ള ഫിഗർ ഞാൻ പറയാം, നോട്ട് വെരി ഷുവർ, 102 ഇവാഞ്ചലിസ്റ്റുകൾ, 13 യൂണിവേഴ്സിറ്റി ഓണേഴ്സ്, പ്രസിഡന്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസ്, 2 അമേരിക്കൻ വൈസ് പ്രസിഡന്റുമാര്. 300 വർഷത്തിനിടയ്ക്ക് തന്റെ തലമുറകൾ, മക്കൾ, മക്കളുടെ മക്കൾ, മക്കളുടെ മക്കൾ, മക്കളുടെ മക്കളുടെ മക്കൾ, 4 തലമുറയ്ക്കകത്ത് സംഭവിച്ചതാ. പ്രൈസ് ഗോഡ്. 100 അഡ്വക്കേറ്റ്സ്, 7 ഹൈക്കോടതി ജഡ്ജിമാര്. പ്രൈസ് ഗോഡ്. ഐ നോട്ട് വെരി ഷുവർ, ഏതാണ്ട് 100 പ്രൊഫസേഴ്സ്, 63 ഡോക്ടേഴ്സ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും അനുഗ്രഹിക്കപ്പെട്ട, പടർന്ന് പന്തലിച്ച നല്ലൊരു കുടുംബമായി സ്തോത്രം തീരുവാൻ ഇടയായിത്തീർന്നു ആ ഭവനം. ആമേൻ. ദാറ്റ് ഈസ് ദ ഫാമിലി ഓഫ് കെന്നത്ത് എഡ്വേർഡ്. അടുത്തൊരുത്തനുണ്ടായിരുന്നു പ്രൊഫസർ യൂക്ക്. ബോത്ത് വെന്റ് ഫോർ സെയിം ഇവാഞ്ചലിക്കൽ മീറ്റിംഗ്. കെന്നത്ത് എഡ്വേർഡ് തന്റെ ജീവിതം ദൈവത്തിനായിട്ട് സമർപ്പിച്ചു. പാപവഴികളെ വിട്ടുകഴിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു. He came to Lord. But Professor Ute, who lived next door, 300 years later, the 4th generation, the sociologist counted on them. 186 പേര് ജയിലില്, അകാല ചരമം അടഞ്ഞവര് 300 പേര്, അകാല ചരമം
മൂപ്പത്താതെ മരിച്ചുപോയ കുഞ്ഞുങ്ങള് 200, റോബേഴ്സും തീവ്സും ഒക്കെ ആയിട്ട് 103, മർഡറിന് പിടിക്കപ്പെട്ടവർ 73. പ്രൈസ് ഗോഡ്. വിദ്യാഭ്യാസമില്ലാതെ അക്ഷരാഭ്യാസമില്ലാതെ പോയത് 400 ചില്ലുവാനും. പ്രൈസ് ഗോഡ്. തലവേദന അതൊന്നുമല്ല. ഈ ഒരു നശിച്ച കുടുംബത്തെ പരിപാലിക്കാൻ വേണ്ടി പ്രൊഫസർ യൂക്കിന്റെ കുടുംബം 300 തലമുറ കഴിഞ്ഞപ്പോഴത്തേക്ക് നിരീശ്വരവാദിയായ പ്രൊഫസർ യൂക്കിന്റെ കുടുംബം, the atheist man, the fellow who didn't worship God, who rejected God, when it came after 4 generations, ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഖജനാവിന് അമേരിക്കൻ ഗവൺമെന്റ് had to spend $1 million that time. ഇവരെ പിടിക്കാൻ, ഈ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി, ഇവരെ ജയിലിലിടാൻ വേണ്ടി, ഈ മർഡേഴ്സിനെ കേസ് തെളിയിക്കാൻ വേണ്ടി, ഇവരെ ആക്രമിക്കുമ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി American government had to spend $1 million for their protection and their capture and going after them for law and order situation. Praise God. അയലക്കത്തുണ്ടായിരുന്ന, ഒരേ ദേശത്തുണ്ടായിരുന്ന 2 കുടുംബങ്ങളുടെ കാര്യമാണ്. അവിടെ നീ എന്നോട് പായലെന്ന് ആരാധിക്കുമ്പോൾ, ദൈവത്തിനായിട്ട് സമർപ്പിച്ചിറങ്ങിയിരിക്കുമ്പോൾ അത് വൃഥാവിലല്ല. Praise God. He's a rewarding God. Not only you, generations. Go to Exodus chapter 20 and verse 5. It is told in the first commandment of God. മോശയ്ക്ക് കൽപ്പനകൾ എഴുതി കൊടുത്ത ജീവന്റെ പ്രമാണത്തിൽ, ദൈവത്തിന്റെ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന 20-ാം അധ്യായം Exodus chapter 20 and verse 5. Thank you, Lord. Father's iniquity will be counted on 3 to 4 generations. Those who love me and obey my commandments, 1,000 generations of mercy. Where is 1,000 generation? Where is 3 or 4 generation? 3 or 4 generation നരവംശ ശാസ്ത്രജ്ഞർ സോഷ്യോളജിസ്റ്റിന് കൗണ്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. ആ 300 വർഷത്തെ ഇതിനകത്ത് 2 കുടുംബത്തിൽ നമ്മൾ കണ്ടതാണ്. ഇറ്റ്സ് എ ഫാക്ട്. ഒരു വേൾഡ് ഫേമസ് സർവേയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. യാദൃശ്യമാണ് ഞാൻ 20 ദിവസം ഒരു പേപ്പർ പുസ്തകത്തിൽ വായിക്കാനിടയായിരുന്നേ ഉള്ളൂ. സോ അതിന് ഐ റീകോൾഡ് 7 വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഐ വാസ് ഷോക്ക്ഡ്. പ്രൈസ് ഗോഡ്. യഹോവ ഭക്തിക്കുള്ള പ്രതിഫലമോ ധനവും മാനവും ജീവനും അത്രേ. Amen. Praise God. You are serving the God. Amen. So not for nothing. There is a reward. He will bless your generations. Not only 1 generation, 1,000 generation. It is the first commandment of God as He has given in the tablet to Moses. Amen. ദൈവജനത്തിന് തന്ന ആമേൻ അബ്രഹാമിന്റെ അനുഗ്രഹങ്ങളുടെ സ്തോത്രം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് എന്ത്? 1000 തലമുറ വരെ ദൈവത്തിന്റെ ഗ്ലോറി. കർത്താവിനെ അനുഗ്രഹിക്കുമാറാണ്. ബി ബോൾഡ് ഫോർ ക്രൈസ്റ്റ്. റഷ്യയിലെ സാർ ഭരണകാലത്ത്, കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത്, when everything changed in communism, there was a real torture there. അവിടുത്തെ പോലീസ്, രഹസ്യ പോലീസ് ആൾക്കാരെ ഈ സീക്രട്ട് ഹൗസ് ചത്തസിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 10-40 പേരുടെ ചെറിയൊരു കൂട്ടം ഉണ്ടായിരുന്നു. 10-30 പേര് കൂടിക്കൊണ്ട ചെറിയൊരു കൂട്ടം. ഈ ചെറിയ കൂട്ടത്തിന്റെ മധ്യത്തിൽ വന്ന പോലീസുകാർ വന്ന് എല്ലാവരും നിർത്തി 30 പേരുടെ പേര് എഴുതിയെടുത്തു. യുവർ നെയിം. വീട്ടുകാരന്റെ പേര് എഴുതിയെടുത്തു. കണ്ണീരോടെ അവരെ കേസിൽ കൊടുക്കാൻ പോകാന്നറിയാം. പിറ്റേ ദിവസം രാവിലെ കേസ് ചാർജ് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പോവുക. നമ്മുടെ നാട് പോലൊന്നുമല്ല. വേറെ they will be caught. They can't run away from anywhere because road എല്ലാം blocked up. They are going to be caught. കൂടുതൽ റീഇൻഫോഴ്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ they all will be in. ഒരു സാധുവായ വൃദ്ധൻ, ഒരു കർഷകൻ, ഒരു റഷ്യൻ man, he came out and told, you did not write the name of one man who is present here, who was present here. Hallelujah. You did not write one man's name who was present here. Who is that man? Name that man. അവനോട് പറഞ്ഞറിയാമോ? His name is Jesus Christ. Hallelujah. In His presence we came to worship. Wherever 2 or 3 are gathered in my name, I will be in their midst. ദൈവത്തിന്റെ പ്രോമിസ് ആണ് പറഞ്ഞത്. Praise God. Hallelujah. പട്ടാളക്കാരെന്ന് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് അസാധുവായ കർഷകരെന്ന് മനസ്സിലാകുവാനിടയായി തീർന്നു. Praise God. So, oh mountains, why you shiver in the presence of God?
അല്ലെങ്കിൽ നീ എന്റെ മുമ്പിൽ നിൽക്കുന്ന ജീവിത പ്രശ്നങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മൗണ്ടൻസ് വീട് പണിയുന്നവൻ തള്ളിക്കളഞ്ഞ കാല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. Praise God. It is true in many families also we see around. ആമേൻ. ചിലവരെ പഠിക്കുന്നില്ല മോണ്ണയാ ഒന്നിനും കൊള്ളത്തില്ല, യുവർ യൂസ്ലെസ് എന്നൊക്കെ പറഞ്ഞ് പുറത്ത് വിട്ടു കഴിഞ്ഞാണ്ടല്ലോ. They are the one who are protecting the whole family nowadays. Praise God. Hallelujah. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പണ്ട് ഞാൻ രക്ഷയിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്റെ മാതാപിതാക്കളെ കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, അങ്കിൾമാരെ കുറിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അവരെന്ത് പറയുമെന്നറിയാവോ? നിന്റെ ഒന്നും പ്രാർത്ഥന വേണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. But there is a big difference. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥന, ദൈവപ്രമാണം അറിഞ്ഞവരുടെ പ്രാർത്ഥന, കർത്താവിനെ ആത്മാവസ്ഥയിലുള്ള പ്രാർത്ഥനയും അല്ലാത്ത പ്രാർത്ഥനയും വലിയ വ്യത്യാസമുണ്ടെന്ന് they are realizing now. And every time when they call, pray for us, pray for us, pray for us, pray for our children, pray for that problem, pray for this problem. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ആമേൻ. രക്തം ജയമെടുക്കുന്നു. ചില സാധുവായ സഹോദരിമാരെ ഭവനത്തിൽ ഒറ്റയ്ക്കായിട്ട് ഇറങ്ങിയ കാലങ്ങളുണ്ട്. They came alone to worship Lord. As partial families they were worshiping. But after generations, people are running to them. Teach us the word of God. Pray for us. Tell us what will happen to us. Tell us what will happen to our children. Praise God. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വീട് പണിയുന്നവൻ എവിടെ കല്ല് തള്ളിക്കളഞ്ഞാലും see that stone was bought. It was meant for home. പക്ഷെ എന്നാലും കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് the owner has kicked it out. വേണ്ട, in comparison വേണ്ട. പക്ഷെ ദൈവത്തിന് എന്ത് ചെയ്തിടയായിത്തീർന്നറിയാമോ? ഹല്ലേലൂയ. അത് മൂലക്കല്ലാക്കി തീർക്കുവാനിടയായി തീർന്നു. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. When you look back in your life after few years, you will see, few days, you will see. This is the miracle of God. This is the miracle of God. Hallelujah. Hallelujah. Why Jordan? Why are you retreating? Why are you falling back? Why are you retreating against the foe? Why you retreating against the foe? യോർദാനെ പറ്റി ചോദിക്കാൻ പറയും. യോർദാൻ പറയും അന്തം വിട്ടോടു. എന്ത് പറയാ? Running away. Praise God. His people are worshiping. The holy people worship. In their midst there is Jesus. I can't stay. Praise God. Hallelujah. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്ന ഭാരപ്പെടുന്ന ഏത് വിഷയങ്ങളുടെ മേലും പ്രിയ ദൈവ പൈതലേ, ഇന്ന് രാത്രികാലം മുട്ടുമടക്കുമോ? കർത്താവ് നിന്നെയും എന്നെയും അനുഗ്രഹിക്കും. കർത്താവ് നിന്നെയും എന്നെയും അനുഗ്രഹിക്കും. സാധുവായ മനുഷ്യരെ എണ്ണത്തിൽ ചുരുക്കമായിട്ട് മിസ്രയീമിൽ നിന്ന് സ്തോത്രം ഇറങ്ങി തിരിച്ചെങ്കില് ദൈവ സ്തോത്രം വലിയൊരു ജനമാക്കിയവരെ മാറ്റി തീർത്ത് കഴിഞ്ഞപ്പോൾ അവരുടെ പവറിന് പറ്റിയില്ല, അവരുടെ മൈറ്റിന് പറ്റിയില്ല, അവരുടെ ആൾബലത്തിന് പറ്റിയില്ല. എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം പ്രവൃത്തി അവിടെ നടന്നു നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് miracle of Lord, everybody started shaking. Praise God. Hallelujah. Hallelujah. Because in Exodus 33, it says that many people, the fear about, so in Genesis chapter 35 it says, the people started fearing them. ദൈവജനത്തെ കുറിച്ചുള്ള ഭീതി ദേശത്തിന്മേൽ വീഴുവാനിടയായി തീർന്നു. The whole nation were shivering upon their name. Praise God. അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. അവരെ കുറിച്ചുള്ള ഭീതി ദേശത്തിന്റെ മേൽ വീണിരുന്നു. അതുകൊണ്ട് നീ ഭീതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആരുടെ മേൽ വീഴും? ദേശത്തിന്റെ മേൽ വീഴുവാനിടയായി തീരും. നീ ഭാരപ്പെടുന്ന ഭാരം, നീ പ്രയാസപ്പെടുന്ന പ്രയാസം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറി അവൻ സ്തോത്രം ഹല്ലേലൂയ നിന്നെ പീഡിപ്പിക്കുന്ന മുകളിലേക്ക് വരുവാനിടയായി തീരും. എന്റെ 7ാമത്തെ വാക്യം വായിച്ചോട്ടെ. 7. യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. അവർ കരകോലത്തിന്റെ കീഴിൽ കുഴിച്ചിട്ടു. പിന്നെ അവർ യാത്ര തുടർന്നു. ആരും അവരെ പിന്തുടർന്നില്ല. അവരെ കുറിച്ചുള്ള ഭീതി ദേശത്തിന്റെ മേൽ വീണിരുന്നു. ദൈവത്തിന്റെ ഭീതി. എല്ലാവരും ഇംഗ്ലീഷ് വേണ്ടിയ. 5.
terror of God was upon the cities Terror of God was upon the cities that were round about them. that was round about them. നിന്നെ ചുറ്റി നിൽക്കുന്ന ഏത് വിഷയമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ഭീതി, എന്നെ കുറിച്ചുള്ള ഭീതി, അവൻ ആ വിഷയത്തിൽ വീണ് കഴിഞ്ഞാല് അവൻ ഭീതി ഊരിക്കളയും മനുഷ്യൻ. Praise God. Hallelujah. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിന്റെ മുമ്പുള്ള പ്രശ്നം ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. നമ്മുടെ മുമ്പുള്ള എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, കർത്താവിന്റെ തേജസ്സിൽ, ദൈവത്തിന്റെ ശക്തിയിൽ നിരാത്രികാലം ഊരിക്ക് മാറട്ടെ. ജഗന്നാഥ ജാലഹസ്തരം കർത്താവേ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ചെങ്കടൽ പിളർന്നു നല്ല ചങ്കയെന്നെ തഞ്ചനത്തെ നടത്തിയോരേ. ചെങ്കടൽ പിളർന്നു നല്ല തൂവർനിലമാക്കി ചങ്കയെന്നെ തഞ്ചനത്തെ നടത്തിയോരേ. മിസ്രയീം സൈന്യത്തെ ന്യായം വിധിച്ചവനേ, മിസ്രയീം സൈന്യത്തെ ന്യായം വിധിച്ചവനേ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നും അവനെ സ്തുതിച്ചിടുവേൻ. ഹല്ലേലൂയ. വാഴ്ത്തി വണങ്ങട്ടെ ദൈവമേ അവരവരുടെ കുടിമകളുടെ പാറയാതിൽ നിന്നും ഇസ്രായേലിന് വാഗ്ദത്തത്തിൻ ജീവജലം കൊടുത്തവനേ. പാറയാതിൽ നിന്നും ഇസ്രായേലിന് വാഗ്ദത്തത്തിൻ ജീവജലം കൊടുത്തവനേ. ഭോജനത്താൽ പോഷിപ്പിച്ചവനേ, പോഷിപ്പിച്ചോനേ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവേൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവേൻ. സ്തുതിച്ചിടുവേൻ. തന്റെ പ്രേമ എന്നും വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും